പാറുവേ പാറു അയ്യോ മുട്ടായി വാങ്ങിച്ചാ എനിക്ക് എപ്പോഴും മുട്ടായി തന്നെ വേണോടി എന്ത് സാധനം കൂടുതലായാലും പ്രശ്നമാണ് കേട്ടാ ആ ദാ ഇതിനകത്ത് മിക്സർ ബിസ്ക്കറ്റ് പിന്നെ നൂഡിൽസും ഉണ്ട് പിടിച്ചാ ചേട്ടൻ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ആ ഇല്ല എനിക്കൊരു ക്ലയന്റിനെ കാണാൻ കുറച്ച് ദൂരത്ത് പോകേണ്ടി വന്നു അതാ ലേറ്റ് ആയ ആ സാർ എത്തിയാ ആമാ അച്ഛൻ എത്തിയില്ലേ ആ അച്ഛനെ ഇപ്പൊ എന്തായാലും നാളെ എത്തുള്ളൂ ഓഫ് ഇതിപ്പോ ചികിത്സ കഴിഞ്ഞ് ഏത് കോലത്തിൽ വരുമോ ദൈവത്തിന് അറിയാം ഭയങ്കര ചികിത്സയായിരുന്നൊക്കെയാണ് പറയണേ അതിനകത്ത് 50% തള്ളായിരിക്കും. സത്യം അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും നോക്കിക്കോ. എന്റെ പൊന്നു മോളെ ചതിക്കല്ലേ പ്ലീസ്. അമ്മ നമ്മുടെ നയന പോയി. നമ്മളെ നയന? ഏത് നയന? അല്ല എന്റെ ഓഫീസിലെ നയന, എന്റെ ഫ്രണ്ട് ഇല്ലമ്മ. എവിടെ പോയി അവള്? അത് മാരേജ് ആയിന്ന്. ആ മാരേജ് ആയി. ആ മാരേജ് ആയി. അപ്പൊ ചെറുക്കൻ IT എഞ്ചിനീയറിംഗാ ബാംഗ്ലൂരിലെ. പെനുമല അവൾ അവിടെ പോയി സെറ്റിൽ ആയിരിക്കും. അങ്ങനെയാണ് നല്ല പിള്ളേര്. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവും. ഈ ചേട്ടനെ കൊള്ളില്ലാത്തോണ്ടാന്നേ. ആ കൊച്ചു നല്ല കൊച്ചായിരുന്നു. ഇത് പോയി കിടന്ന് അവൾ എന്നെ നല്ല കൂട്ടുകാരിയാ വന്നിരിക്കണ്. അമ്മ പിന്നെ അവൾ അവിടെ പോയി നല്ല ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമെങ്കിൽ എന്നെ കൂടി അങ്ങോട്ട് പൊക്കാന്ന് പറഞ്ഞു. പൊക്കാന്നാ? എന്നെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാന്ന് ജോലിക്ക്. ആ അതോടെ. എടാ അപ്പൊ ആ കൊച്ചു പോകുമ്പോഴേ പകരം വേറെ ആള് വേണ്ടേ അവിടെ? ആ അതിനെ കുറിച്ച് മാനേജർ അവിടെ ഡിസ്കസ് ചെയ്യണ കേട്ട്. അതിപ്പോ വേറെ ആൾക്കാരെ കണ്ടുപിടിക്കണൊക്കെ അവരുടെ ജോലിയില്ല, അവരെന്താന്ന് ചെയ്യട്ടെ. പക്ഷെ നയന എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാ. ഉള്ള ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഓഫീസിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ വരികയും പോവുകയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഒരു 5 വർഷം 5 വർഷത്തിൽ കൂടുതൽ ഞാൻ ഇനി ജോലി ചെയ്യൂല. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? നിന്റെ അച്ഛന്റെ സമ്മതം എനിക്ക് എന്തിനാണ്? എനിക്ക് ജോലിക്ക് നിർത്തണം തോന്നിയാൽ ഞാൻ ജോലി നിർത്തും. ആ എന്നാ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിച്ച് പറയട്ടെ 5 വർഷം കൂടെ അമ്മ ജോലി ചെയ്യണുള്ളൂ. ആ പറഞ്ഞോ, എനിക്കൊന്നുമില്ല. ഒരു ആവശ്യമില്ലാത്ത പണിക്കേക്കരുത്, ആവശ്യമില്ലാത്ത പണിക്കേക്കരുത്. അങ്ങനെ ചിലപ്പോ നാളെ നോക്കൂല, ഇന്ന് എനിക്കിട്ട് തിരിച്ചു വരും. ഉറപ്പല്ലേ? അച്ഛൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും എന്തോ? പിന്നെ കൊണ്ടുവരും. ഒരു 4-5 കുപ്പി കഷായം കൊണ്ടുവരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. കഷായോ? അതെന്തോന്ന്? ഒരു അടിപൊളി ജ്യൂസാണ്, ഭയങ്കര കയ്പാ. കയ്പൊന്നുമില്ല, ഭയങ്കര മധുരമല്ലേ. അച്ഛൻ വരുമ്പോ തരാൻ കേട്ടോ. അച്ഛട്ടുണ്ടാവും അവിടെ മേശപ്പുറത്ത്, എടുത്ത് കഴിച്ചോളണം. അമ്മ ഞാൻ എന്തായാലും മോനെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കഴിക്കാൻ എന്തുള്ള രാത്രി? ചപ്പാത്തി മുട്ടക്കറി. ഓക്കെ താങ്ക് യു. പോയിട്ട് വരാം. ഓക്കെ. ആ നയന നല്ല കുട്ടിയായിരുന്നു അമ്മ. നീ കണ്ടിട്ടുണ്ടോ നയനെ? ആ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. ആ ഇത്രയും പ്രായമായിട്ട് ആ ചേട്ടൻ ലൈനിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മാനക്കേടല്ലേ അമ്മ? ചവിട്ടൊക്കെന്നാലുണ്ടല്ലോ. ചവിട്ട് വന്ന അമ്മേനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും. നിന്നെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പൊ. ആ അച്ഛൻ കഷായം കൊണ്ട് വരുവോ? കൊണ്ടുവരും. കുടിക്കണോട്ടാ? കയ്പാണോ മധുരാണോ? കയ്പ്. ഇതായിരിക്കും. എന്ത് സാധനം? മധുരം. മധുരോ? അച്ഛൻ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരായിരിക്കും. ബാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആ ഉള്ളേരിയാണ്. രാത്രി മുട്ടക്കറിക്ക് വേണ്ടിയിരിക്കും അല്ലേ അമ്മ? അമ്മ ഈ പണ്ടൊക്കെ ഉള്ളിയും ഈ ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോഴേ കണ്ണി നീർന്ന് നമുക്ക് വെള്ളം വരില്ല കണ്ണീന്ന്. ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് ഒന്നും ഇല്ലേ? എടാ ഇപ്പോഴത്തെ ഉള്ളിക്കേ ഈ വളമൊക്കെ ചെന്നിട്ട് അതിന്റെ എഫക്റ്റ് ഒക്കെ പോയി. പച്ചവെള്ളം പോലെ ഇരിക്കണ സർവത്ര വളമല്ല അമ്മ. അല്ല പടവലപ്പൂപ്പിനെ ഈ രാസവളം ഇപ്പൊ യൂസ് ചെയ്യാറുണ്ടോ കൃഷിയില്? ഇനിയുള്ള കാലം ഉണ്ടല്ലോ രാസവളം തന്നെ ഉപയോഗിക്കേണ്ടി വരും. പ്രകൃതിയും മണ്ണും കാലാവസ്ഥയൊക്കെ മാറിയില്ലേ, അപ്പൊ രാസവളം ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അച്ഛനിപ്പോഴും ജൈവവളം തന്നെയാണ് ഉപയോഗിക്കണേ. പാവം. ആര് ജൈവവളം? കാറ്റ കുത്തം കയറും കേട്ടാ. എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞതാ. അമ്മ ഞാൻ കുറച്ച് ദിവസം പടവലത്ത് പോയി നിന്നോട്ടെ. എന്തിന്? അല്ല അവിടുത്തെ അപ്പൂപ്പന്റെ കൂടെ നടന്ന് കൃഷിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനാ. കുഴിപ്പുറത്തെ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്യണം. ചേച്ചി ഇവിടെ അല്ലേ നിൽക്കുന്നത്? സിദ്ധു വരുമ്പോ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണമല്ലോ, അപ്പൊ സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് കണ്ടാമേ? എന്തോന്ന്? അല്ലെങ്കിൽ ഇവക്ക് എപ്പോഴും ഉള്ളതാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ആവത്തിച്ചിരിയും കളിയാക്കി ചിരിക്കലൊക്കെ. ഇപ്രായത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. എത്ര വയസ്സുള്ളവർക്കും ചിരിക്കാം. ആ എത്ര വയസ്സുള്ളവരെ ഈ ചിരി ഞാൻ മാറ്റി തരാം കേട്ടാ. ഈ പൊട്ടൊക്കെ എന്താ ചരിച്ച് തൊട്ട് വെച്ചോ? നയന എടുക്ക്. നയൻസാ എവിടെയാണ്? ആ നാട്ടിലെത്തിയല്ലേ? ആ ഞാനിപ്പോ ഇത് ഓഫീസ് കഴിഞ്ഞിപ്പോ വീട്ടിലെത്തിയേ ഉള്ളൂ. ഉറപ്പ് ഏറ്റുമാനും ഒരു വഴി വരുവാണെങ്കിൽ ഉറപ്പായിരുന്നു നിന്റെ വീട്ടിൽ കയറിയിരിക്കും.
ആ അത് മറക്കാൻ പറ്റുമോ? തലേന്ന് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല, തലേന്ന് തന്നെ എത്താൻ പറ്റുമെന്ന്. പക്ഷെ ഉറപ്പായിട്ട് കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയിരിക്കും. ആ പിന്നെ നമ്മുടെ ടീം ലീഡറും സുരേഷേട്ടന് തലേ ദിവസം എത്താനുള്ള ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ പൊളിക്കണ്ടേ? ഉറപ്പായിട്ടും ആടി വരാ. ശരി ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്താ ഏട്ടാ? അല്ലടി, ഈ മാരേജിന്റെ ഡേറ്റ് അല്ലേ അടുത്ത മാസം 28-നാണ് ഒരു ഡേറ്റ് കുറിച്ചിരിക്കണത്. നമ്മള് കുടുംബസമേതം അങ്ങോട്ട് ചെല്ലാൻ. അമ്മ പിന്നെ ഓഫീസിൽ നിന്ന് എല്ലാവരും തലേ ദിവസം പോകാൻ പ്ലാൻ ചെയ്തിട്ടാ. ചേട്ടന്റെ കൂടെ കല്യാണത്തിന് ഞാൻ എന്തായാലും വരാട്ടാ. ചേച്ചി ഇപ്പൊ കുഴിപ്പള്ളത്തെ അമ്മയെ പോലായി. എല്ലാ കല്യാണത്തിന് പോണം. അമ്മ അവള് പറയണ കേട്ടാ അമ്മ. പാറു അങ്ങനെയൊന്നും പറയല്ലേ പാറു. അമ്മ എന്തോന്ന് വെച്ചേ, ഇത് അച്ഛൻ പറഞ്ഞിട്ട് പറയണേന്നേ. ഈ അച്ഛൻ കാരണം പിള്ളേരുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പിള്ളേരുടെ സ്വഭാവം എവിടെ മാറിപ്പോയി? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, ഇനി അവിടെ കൊണ്ട് എത്തിക്കാനല്ലേ. ഒന്ന് വിട്ട് പിടിയടേ. എന്തോന്ന് അല്ലമ്മ, ഞാൻ അതെല്ലാം ആലോചിക്കണേ. ഇപ്പൊ നയനയ്ക്ക് പോയരെ അവർ വേറെ ഏതെങ്കിലും പുതിയൊരു പെൺകുട്ടീനെ ആ പോസ്റ്റിലോട്ട് അങ്ങ് കയറ്റും. നീ വന്നു കയറണ ഏത് ടൈപ്പ് സാധനമാണോ എന്തോ. ആരെങ്കിലും വരട്ടെന്നേ നിനക്കെന്ത്. എടി ഞാനൊരു കാര്യം പെട്ടെന്ന് ആലോചിച്ച്, ആ പോസ്റ്റിലോട്ട് നിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ജോലിക്കാ? അമ്മ പറയണ കേട്ടോ അമ്മ. കേട്ട്. എന്തായാലും എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു കേട്ടാ. പിന്നെ ചേട്ടനെ കൊണ്ടുള്ള സ്ഥിതിക്ക് ഞാനവിടെ സേഫ് ആയിരിക്കുമല്ലോ. അമ്മ എന്ത് പറയണു? നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്. ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടാ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സുരേഷ് ചേട്ടൻ അല്ലെങ്കിൽ ടീം ലീഡർ അവർക്ക് അത് പറഞ്ഞ് സെറ്റ് ആക്കാനേ ഉള്ളൂ. നീ ധൈര്യത്തോടെ പോവാ. ചേട്ടാ സീരിയസ് ആയിട്ട് പറയണോ? ആന്ന്. എന്നൊരു കാര്യം ചെയ്യാം, നാളെ 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാലോ? രാവിലെയാ? ആ ഇനിയിപ്പോ ഞാൻ പോവാം. അപ്പൊ നാളെ 10 മണിക്ക്. നാളെ 10 മണിക്ക്. ഓക്കെ. ഇത് നമ്മക്കൊന്നും സന്തോഷമില്ലാത്ത അന്ന് പറഞ്ഞ തുള്ളിച്ചാണോ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോ വേണ്ട. പ്രാന്താ.